redeem. ആറാമത്തെ വാക്യം, 6-ാം അധ്യായം 6-ാം വാക്യം. നീ ഇസ്രായേൽ മക്കളോട് I will redeem you. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. മൂന്നാമത് പറയുന്നത് നിങ്ങളെ വീണ്ടെടുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീണ്ടെടുക്കും. I will redeem you. നമ്മുടെ ദൈവത്തിന്റെ പേരെന്ന? വീണ്ടെടുക്കുന്ന ദൈവം. നഷ്ടമായി പോയതിനെ വീണ്ടും. ഹല്ലേലൂയ. അവിടെ 2 വാക്കുകൾ പറയുന്നുണ്ട്. ഒന്ന്, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട്. 2, മഹാശിക്ഷാവിധികൾ കൊണ്ട്. അപ്പൊ വീണ്ടെടുപ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്തോത്രം, ഒരു വീണ്ടെടുപ്പുണ്ട്. 2 ശിക്ഷാവിധിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, 1 വിടുതലിലേക്കും 2 ശിക്ഷാവിധിയിലേക്കും. വീണ്ടെടുക്കപ്പെട്ടവർ വിടുതലിലേക്കും, വീണ്ടെടുക്കപ്പെടാത്തവർ ശിക്ഷാവിധിയിലേക്കും. പ്രൈസ് ഗോഡ്. അല്ലേ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും എന്തില്ല? ശിക്ഷാവിധിയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർക്ക് എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങളാണ്. നീട്ടിയിരിക്കുന്ന ഭുജം, എനിക്കും നിങ്ങൾക്കും വേണ്ടി തുളയ്ക്കപ്പെട്ട ഒരു കരമുണ്ടായത് കൊണ്ടല്ലേ ആ വീണ്ടെടുപ്പ് ഇന്ന് അനുഭവിപ്പാൻ ഇടയായി തീർന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ 2 കരങ്ങളും വിരിച്ചാകാശത്തിനും ഭൂമിക്കും മധ്യേ 2000 വർഷങ്ങൾക്ക് മുമ്പ് തുളയ്ക്കപ്പെടുവാൻ, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടല്ലേ എനിക്കും നിങ്ങൾക്കും ഈ വീണ്ടെടുപ്പ്. നിത്യമരണത്തിൽ നിന്നും വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർത്ത് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ.